വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം പല വിധത്തിൽ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും പല പ്രത്യാഘാതങ്ങൾ വരുത്തി വെക്കുന്നുണ്ട്. കുട്ടികളിലും അതുപോലെ തന്നെ യുവാക്കളിലും ലഹരിയുടെ ഉപയോഗം ഇന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈ ലഹരിയുടെ ഉപയോഗം ഉണ്ടെന്ന് എങ്ങനെയൊക്കെ തിരിച്ചറിയാം, ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടത്, നമ്മുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ അവരെ പിന്തിരിപ്പിക്കാം, അതിന്റെ ഒരു പ്രോപ്പറായ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലഹരിയുടെ ഉപയോഗം ഇന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കളിൽ ഉള്ളതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ പോലും ഈ ലഹരിയുടെ ഉപയോഗം ഇന്ന് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. സ്കൂൾ കുട്ടികളിലാണെങ്കിലും ഒക്കെ ഈ ലഹരിയുടെ ഉപയോഗങ്ങളൊക്കെ വളരെയധികം കൂടുന്നതായി നമ്മൾ പല ന്യൂസിലൊക്കെ നമ്മൾ കാണാൻ ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലഹരിയുടെ ഉപയോഗം കാരണം ഒട്ടേറെ കുറ്റകൃത്യങ്ങളും ഇന്ന് കൂടിക്കൊണ്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ലഹരിയുടെ ഉപയോഗത്തെ നമ്മൾ പൂർണ്ണമായിട്ടും തടയാനും അതിന്റെ വഴിയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാതിരിക്കുവാനുള്ള എല്ലാത്തരം ഒരു മുൻകരുതലുകളും നമ്മുടെ ഓരോരുത്തരുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും ഒരു കടമ തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെ എല്ലാം നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത്. ലഹരിയുടെ ഉപയോഗം ഇന്ന് കൂടി വരുവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പലവിധമുണ്ട്. ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടാവാം, ചിലപ്പോൾ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ടും, അല്ലെങ്കിൽ അവിടുത്തെ കുടുംബാന്തരീക്ഷം വളരെയധികം മോശമായിട്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അമിതമായിട്ടുള്ള സ്ട്രെസ്സും സങ്കടവും വിഷാദവും ഒക്കെ കുട്ടികളിൽ വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് പോകുവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നല്ലൊരു ഫ്രണ്ട് സർക്കിൾ അല്ല എങ്കിലും നമുക്ക് ഈ ഒരു ലഹരിയിലേക്ക് നമ്മൾ പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പൊതുവെ മിക്ക കുട്ടികളും ലഹരി ഉപയോഗം ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങുന്നവരാകാം. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഒരു ഫീലിങ്സ് അനുഭവപ്പെടുക എന്നൊക്കെ അറിയാനുള്ള ഒരു ജിജ്ഞാസ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. അതിന് ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം അവരുടെ ഫ്രണ്ട്സിന്റെ ഒപ്പം ചേർന്നിട്ട് ഇവരിത് ആദ്യമേ ഉപയോഗിച്ചു തുടങ്ങുന്നത്. ആദ്യമൊക്കെ ചെറിയ അളവിൽ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം അവർക്ക് ഉന്മേഷവും വളരെ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുകയും വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് ഇരിക്കാനും സാധിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് മാറുകയും ഇവർ നോർമൽ അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവര് യൂസ് ചെയ്യുമ്പോൾ ഇവർക്ക് മറ്റ് സൈഡ് എഫക്റ്റുകളൊന്നും ഇവർക്ക് കാര്യമായിട്ട് കാണിക്കില്ല. കാരണം ഇത് വളരെ കുറഞ്ഞ അളവിലാണ് ഇവരുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് ഇവർ മനസ്സിലാക്കുന്ന സമയത്ത് ഇവർ കൂടുതലായിട്ട് ഈ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പതിയെ തുടങ്ങും. ആദ്യമൊക്കെ ഇവരുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ സ്ട്രെസ്സോ ഒക്കെ കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇത് കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന് സാധ്യമാകുവാണ്. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് റെഗുലർ ആയിട്ടുള്ള യൂസിന് ശേഷം കുറഞ്ഞ അളവിൽ ഇവരുടെ ആ ഒരു എനർജറ്റിക് ആയ അല്ലെങ്കിൽ ഹാപ്പിനെസ് ആയിട്ടിരിക്കാനുള്ള ആ ഒരു ടൈം ഇവർക്ക് വളരെ കുറഞ്ഞു വരികയും കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഹാപ്പിനെസ്സും എനർജിയും ഇതിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവർ അതിന്റെ അളവ് കൂട്ടാൻ തുടങ്ങും, തുടരെ ഉപയോഗിക്കുവാനും തുടങ്ങും. അങ്ങനെയാണ് കുട്ടികൾ ഇതിലേക്കൊരു അഡിക്ഷൻ എന്ന രീതിയിലേക്ക് മാറുന്നത്. സ്കൂൾ കുട്ടികളും ഇത് യൂസ് ചെയ്യുന്നത് ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ അറിയാതെയാണ്. ഒരു തവണത്തെ യൂസിലോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ ഒരു തവണ മാത്രം യൂസ് ചെയ്യുമ്പോൾ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നില്ല എന്ന് കരുതി ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ല എന്നല്ല അർത്ഥം. വളരെയധികം നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുഞ്ഞു കുട്ടികളെയും യുവതലമുറകളെയും നശിപ്പിക്കുന്ന രീതിയിലുള്ള സൈഡ് എഫക്റ്റുകൾ ഇത്തരം മയക്കുമരുന്നുകളിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെയും യുവതലമുറകളെയും ഇതിനെക്കുറിച്ചുള്ള ബോധ്യം അവരിലേക്ക് എത്തിക്കേണ്ടതാണ്. നിരന്തരമായിട്ടുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം അവരുടെ ബ്രെയിനിന്റെയും അതുപോലെ തന്നെ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പല മാറ്റങ്ങളും അവരിൽ കണ്ടുവന്നേക്കാം. അവരുടെ മസ്തിഷ്കത്തെ ബാധിച്ചേക്കാം, നെർവ്സിനെ ബാധിച്ചേക്കാം. അമിതമായിട്ടുള്ള ഉപയോഗം കാരണം ഒരു രക്തസമ്മർദ്ദം കൂടിയേക്കാം, BP പോലത്തെ അസുഖങ്ങളിലേക്ക് വന്നേക്കാം. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. കരൾ രോഗങ്ങളിലേക്ക് നയിച്ചേക്കാം. അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലേക്ക് പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കൂടുതലാണ്. ഇഞ്ചക്ഷൻ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന പല മയക്കുമരുന്നുകളും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പലരും യൂസ് ചെയ്ത സിറിഞ്ചസുകളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് പല ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസ് വരുവാനുള്ള ചാൻസസും ഇത് വളരെയധികം കൂടുതലാണ്. ഹെപ്പറ്റൈറ്റിസ് പോലെയും എയ്ഡ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ യുവതലമുറകളിൽ കൂടുവാനുള്ള കാരണവും ലഹരികളുടെ ഉപയോഗം മൂലമാണെന്ന് റീസെന്റ് ആയിട്ട് നമ്മൾ പല ന്യൂസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ലഹരികൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർ വേറൊരു ഹാലുസിനേഷൻ വേൾഡിലേക്ക് പോകുകയും
ഇവരുടെ മുന്നിൽ നിൽക്കുന്ന സഹോദരങ്ങളാണോ, മാതാപിതാക്കളാണോ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാണോ എന്നുള്ള ചിന്ത പോലും ഇവരിലേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ദേഷ്യമോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ഇവർ അവരെ വളരെ മൃഗീയമായിട്ട് പല കുറ്റകൃത്യങ്ങളിലേക്ക് പോകുവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഈയിടെയായിട്ട് നടന്ന പല സംഭവങ്ങളും ഇതിനെ ബേസ് ചെയ്തിട്ടുമാണ് ന്യൂസിലൊക്കെ നമുക്ക് കാണാൻ ഇടയായത്. ഇത് യൂസ് ചെയ്തതിൽ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും സ്കൂൾ തലത്തിലാണെങ്കിലും എല്ലാ ഇടങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള ഇതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പല ആരോഗ്യ പ്രശ്നങ്ങളും ഇതിൽ വരാറുണ്ട്. അമിതമായിട്ടുള്ള വെപ്രാളം, ദേഷ്യം, കുറച്ചു നാൾ യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഡിപ്രഷൻ പോലെ വരിക, അല്ലെങ്കിൽ അവർക്ക് പഠന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരിക, അമിതമായിട്ടുള്ള ദേഷ്യം വരിക, മറ്റുള്ള ആൾക്കാരുമായിട്ട് അവര് മിങ്കിൾ ചെയ്യാണ്ട് വരിക, എല്ലാ കാര്യത്തിലും ഉൾവലിഞ്ഞ പ്രകൃതിയിൽ അവര് ജീവിക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ രക്ഷിതാക്കൾ അത് തീർച്ചയായിട്ടും അത് നിരീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കുട്ടികളുടെ പെരുമാറ്റത്തിലും അല്ലെങ്കിൽ അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. നേരത്തെയൊക്കെ നന്നായി പഠിച്ചിരുന്ന കുട്ടികൾ പെട്ടെന്ന് പഠനത്തിൽ പിന്നോട്ട് വരികയും അല്ലെങ്കിൽ ഒന്നിലും ഒരു ശ്രദ്ധയില്ലാതെ അമിതമായിട്ടുള്ള ക്ഷീണവും അമിതമായിട്ടുള്ള ഉറക്കവും എല്ലാത്തിനും ഒരു വെപ്രാളവും അമിതമായിട്ടുള്ള ദേഷ്യം, അതുപോലെ തന്നെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ പാരന്റ്സിന്റെ അടുത്തൊക്കെ ആണെങ്കിലും അമിതമായിട്ടുള്ള ദേഷ്യത്തോടു കൂടിയും വൈരാഗ്യ ബുദ്ധിയോടുകൂടിയും അമിതമായിട്ട് കലഹിക്കുകയും അങ്ങനത്തെ ഒരു മാനസികമായിട്ടുള്ള ചേഞ്ചസ് അവരിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രശ്നമായിട്ടുള്ള കുട്ടികളിലും ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അതാണെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇങ്ങനെ യൂസ് ചെയ്യുന്ന കുട്ടികൾ അവരുടെ വ്യക്തി ശുചിത്വം അവര് പ്രോപ്പറായിട്ട് അവർ നോക്കാറില്ല. പ്രോപ്പറായിട്ട് കുളിക്കുകയോ അവർ സെൽഫ് കെയറിങ് വളരെയധികം കുറവായിരിക്കും. പ്രോപ്പറായിട്ട് കുളിക്കാതെ വരികയും അങ്ങനെ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല അവര്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളുടെ റൂമും അതുപോലെ തന്നെ അവരുടെ ബാഗും ഒക്കെ വല്ലപ്പോഴും ചെക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇങ്ങനെ യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ മുറിയിലൊക്കെ കയറുന്ന സമയത്ത് അവർ അമിതമായിട്ട് ദേഷ്യപ്പെടുകയും അവർ മുറിയിൽ കയറുവാൻ അനുവദിക്കാതെ വരികയും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മേ ബി ഇതുകൊണ്ടായിരിക്കാം. അപ്പൊ അതിലൊരു പ്രോപ്പറായിട്ട് നമ്മളൊരു ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മളത് കാര്യങ്ങൾ നമ്മൾ കൈകാര്യം നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പം വളരെ പണച്ചിലവുള്ള കാര്യമാണ് ഈ ഒരു മയക്കുമരുന്നുകളൊക്കെ വാങ്ങിക്കുക എന്നുള്ളത്. സോ അവർ സ്ഥിരമായിട്ട് പൈസകൾ ചോദിക്കുകയും അതിന് പേരിൽ വഴക്കുണ്ടാക്കുകയും അനാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പൈസ ചോദിക്കുകയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ പല്ലുകളൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ പോലെ ആകുകയും പല്ലിലൊക്കെ കറയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചുമക്കുന്ന പോലെയും അതുപോലെ തന്നെ നമുക്ക് നഖങ്ങളിലൊക്കെ നമുക്ക് നഖമൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അംശങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ചില കുട്ടികൾക്ക് നിർത്താതെയുള്ള പെട്ടെന്നുള്ള ഒരു അലർജിയുടെ സിംറ്റംസ്, തുമ്മല്, മൂക്കിടപ്പ് അങ്ങനത്തെ പ്രോബ്ലംസും കാണാറുണ്ട്. പെട്ടെന്ന് വെയിറ്റ് കുറയുക, പിന്നെ ഭക്ഷണമൊന്നും പ്രോപ്പറായിട്ട് കഴിക്കാണ്ട് വരിക, ഭയങ്കര ഉൾവലിഞ്ഞ് ആരോടും സംസാരിക്കാത്ത ഒരു റൂമിൽ ഒതുങ്ങിക്കൂടുവാനാണ് ഇങ്ങനത്തെ കുട്ടികൾ കൂടുതലും ചെയ്യാറുള്ളത്. കുട്ടികളിൽ ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ നമ്മൾ കെയർഫുൾ ആയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. ഇൻ കേസ് കുട്ടികൾ ഇങ്ങനെ ഒരു ലഹരി യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നിയെങ്കിൽ അഥവാ അവർ നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ പോലും നമ്മൾ അമിതമായിട്ട് റിയാക്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ വളരെയധികം നമ്മൾ അവരെ സഹായിക്കുകയോ അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ വഴക്കു പറയുകയും അങ്ങനെയൊക്കെ ചെയ്യാതെ നമ്മൾ പെട്ടെന്നൊരു റിയാക്ഷൻ എടുക്കാതെ അവരുടെ കൂടെ നമ്മൾ ഇരുന്ന് എന്തുകൊണ്ടാണ് ഇവര് ഈ ഒരു ഇതിലേക്ക് പോയതെന്ന് നമ്മൾ ചോദിച്ചറിയേണ്ടതാണ്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കുട്ടികളോട് നമ്മൾ വളരെ ക്ഷമയോട് വേണം നമ്മൾ അവരെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട്. അവരുടെ കൂടെ ഇരുന്ന് രക്ഷിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവരുടെ കൂടെ ഇരുന്ന് എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ഡ്രഗ്സ് യൂസ് ചെയ്യാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഇവർക്ക് വന്നതെന്ന് തീർച്ചയായിട്ടും ചോദിച്ചറിയേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു തമാശക്ക് തുടങ്ങിയതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള സ്ട്രെസ് കാരണമാണോ, അല്ലെങ്കിൽ വീട്ടിലെ പല സാഹചര്യങ്ങൾ കൊണ്ടാണോ, കുടുംബത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ ജോലി ഭാരം കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഫ്രണ്ട്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അവരുടെ പാരന്റ്സിന്റെ ഇടയിലോ സഹോദരങ്ങൾക്കിടയിലോ ഒക്കെയുള്ള
അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ പ്രോബ്ലംസ് ആണോ, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആണോ, അങ്ങനെ എന്താണെന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ്. ഒരിക്കലും നമ്മൾ അവരെ കുറ്റപ്പെടുത്തുവാനോ വഴക്കു പറയുവാനോ ഓവറായിട്ട് റിയാക്ട് ചെയ്യുവാനോ നമ്മൾ പാടുള്ളതല്ല. വളരെ ക്ഷമയോടെ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിങ്ങും ഒരു ട്രീറ്റ്മെന്റും ഇവർക്ക് നൽകുക എന്നുള്ളതാണ്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആണ്. പിന്നെ എപ്പോഴെങ്കിലും അവർക്കൊരു വിഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഫാക്ടറോ വരുന്ന സമയത്ത് ഇവർക്ക് വീണ്ടും ഇത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. സോ അതുകൊണ്ട് ആ ഒരു ട്രീറ്റ്മെന്റിന്റെ സമയത്തൊക്കെ പിന്നെയും ഒരിക്കൽ അവർ യൂസ് ചെയ്യാൻ ഇടയായാൽ പോലും അവരെ കുറ്റപ്പെടുത്താതെയോ അല്ലെങ്കിൽ അവരെ വഴക്കു പറയാതെയോ നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും ആ ഒരു ട്രീറ്റ്മെന്റും കൗൺസിലിങ്ങും പ്രോപ്പർ ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ് വേണ്ടത്. അവരുടെ കൂടെ ഒപ്പം നിന്ന് അതിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അതിന് പല വിഡ്രോവൽ സിംറ്റംസും ഉണ്ടാവും. അമിതമായിട്ടുള്ള ദേഷ്യവും അല്ലെങ്കിൽ വിഷാദവും അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെ വരികയും നമ്മളോട് എല്ലാവരോടും ഒരു ദേഷ്യത്തോടു കൂടിയൊക്കെ അവർ പെരുമാറാൻ ചാൻസസ് ഉണ്ട്. സോ ആ സമയത്തൊക്കെ നമ്മൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. കുട്ടികൾക്ക് കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്നതിനോടൊപ്പം തന്നെ പാരന്റ്സിനും ഒരു കൗൺസിലിംഗ് എടുക്കുന്നത് വളരെയധികം നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പല ഫാമിലി ഇഷ്യൂസ് കാരണം അത് കുഞ്ഞു കുട്ടികളിൽ വളരെ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ ആയിട്ടും പലരിലും മാറാറുണ്ട്. സോ അത് കാരണമായിരിക്കാം മേ ബി കുട്ടികൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടാവുക. സോ അങ്ങനെയൊക്കെയുള്ള ഫാമിലീസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരും ഒരു കൗൺസിലിംഗ് റെഗുലർ ആയിട്ട് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ രക്ഷിതാക്കളോ നമ്മുടെ കുടുംബത്തിലും തന്നെ നമ്മൾ പല മാറ്റങ്ങളും നമ്മൾ വരുത്തേണ്ടതാണ്. നമ്മൾ പാരന്റ്സിന്റെ ഇടയിലാണെങ്കിലും ചിലപ്പോൾ അവർ സിഗരറ്റ് വലിക്കുന്നവരോ മദ്യപിക്കുന്നവരോ ഒക്കെ ആകാം. മാക്സിമം കുട്ടികളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക എന്നാണ് പാരന്റ്സ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. പാരന്റ്സ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്കും അങ്ങനെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കുട്ടികളുടെ അടുത്ത് കൂടുതൽ അടുപ്പം കാണിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് എന്തൊരു പ്രശ്നങ്ങൾ വന്നാലും രക്ഷിതാക്കളുടെ അടുത്ത് തുറന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തില്ല അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ അവരുടെ അടുത്ത് ഭയം കൂടാതെ തുറന്നു പറയാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത കുട്ടികളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബാഡ് ആയിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ കുട്ടികൾ തീർച്ചയായിട്ടും അവരുടെ പാരന്റ്സിന്റെ അടുത്ത് അവർ തീർച്ചയായിട്ടും അവർ തുറന്ന് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഒരുവിധം സോൾവ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാതെ നമ്മൾ വഴക്ക് പറയുകയാണെങ്കിൽ കുട്ടികൾ ആ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും ഇങ്ങനത്തെ പല കൂട്ടുകെട്ടുകളിലേക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ പാരന്റ്സിനിടയിൽ നിന്ന് അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയും അവരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതും ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ്. സ്കൂളുകളിലും നമ്മുടെ റെസിഡൻസിയിലും കുടുംബത്തിലുമൊക്കെ ഇതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത് യൂസ് ചെയ്ത് പലരും ചെയ്ത കുറ്റകൃത്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന ശിക്ഷാരീതികളെ കുറിച്ചും ഒക്കെ കുട്ടികളിലേക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് അവർക്ക് അറിയിച്ചു നൽകുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിലേക്ക് വിടുന്ന കുട്ടികൾ അവരുടെ ഫ്രണ്ട് സർക്കിൾ ഏതാണെന്നും അവരുടെ നേച്ചർ എന്താണെന്നും അവരുടെ സുഹൃത്ത് വലയങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ അന്വേഷിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പുതുതായിട്ട് പുതിയ സുഹൃത്തുക്കൾ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ചേഞ്ചസ് വന്നതെന്നും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികളുടെ സുഹൃത്തുക്കളുടെ പാരന്റ്സുമായിട്ടും അവരുടെ വീടുകളിൽ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നതും അവരുടെ കുടുംബാന്തരീക്ഷവും ഒക്കെ നമുക്ക് അറിയാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. നല്ലൊരു കൂട്ടുകെട്ടുകളിലേക്ക് കുട്ടികൾ പോവുകയാണെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ പെടാതെ അവരെ നമുക്ക് രക്ഷിക്കാവുന്നതാണ്. ഈ ഒരു മയക്കുമരുന്നിനെ കുറിച്ചും അതിന്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ചും നമ്മുടെ കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. ഈ ഒരു ചെറിയൊരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.